ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് അറബിക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അറബിക് ലാംഗ്വേജിലുള്ള നമ്മുടെ ലെവൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഭാഷയിൽ 3 ലെവലാണ് നമുക്കുണ്ടാവുക, അല്ലെങ്കിൽ 6 ലെവലാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, മുഴുവനായി കാണുക, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി എങ്ങനെ കൂട്ടണമെന്നും ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും മറ്റൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് ലേണിംഗ് അൽ ജസീറ നെറ്റ്. learning.aljazeera.net. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അറബിക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ബേസ് മുതൽ, തുടക്കം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ബിഗിനറായ ഒരു മനുഷ്യന് പോലും കൃത്യമായിട്ട് അറബി ഭാഷ പഠിക്കാനും പറ്റും. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക learning.aljazeera.net. ഓക്കെ ഓക്കെ ഇതാണ് ചിലപ്പം ചില ആളുകൾക്ക് ഇൻ്റർഫേസ് ഇങ്ങനെ ഉണ്ടാവുക, അറബിക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ അറബിക്കിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എങ്ങനെ ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ അറബിക്ക് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഗ്ലോബ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഇൻ്റർഫേസ് മാറ്റാം, ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ചുകൂടി തുടക്കക്കാർക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് എന്ത് ചെയ്യും, ഓരോ ടാബ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിൽ കുറേ ടാബ് ഉണ്ട്. ഓരോ ഫീച്ചേഴ്സും 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗ്രാമർ ഉണ്ട്, ബ്ലോഗ്, ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ്, കോഴ്സസ്. ഓക്കെ, അതേപോലെ തന്നെ ന്യൂസ് ഇൻ ലെവൽസ്. ഇവിടെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പം ഇതിൽ ആദ്യം ചെയ്യേണ്ടത്, അറബിക് ലാംഗ്വേജ് പഠിച്ച ആളുകളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ലെവൽ ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മൊബൈലിലും മിക്കവാറും ഈ ഒരു ഇൻ്റർഫേസ് തന്നെയാണുള്ളത്. ലെവൽ ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലെവൽ ടെസ്റ്റ്, ഇതിൽ മുകളിൽ ടെസ്റ്റ് എന്നുണ്ടാവും. ഈ ലെവൽ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 5 എക്സാംസുകളാണുള്ളത്. 5 എക്സാംസ് ഉണ്ട്. ഓക്കെ, 5 ഉണ്ട്. അതിൽ 3ാമത്തെ എക്സാം ക്ലിക്ക് ചെയ്യുക. ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം. 3ാമത്തെ എക്സാം ക്ലിക്ക് ചെയ്യാം. ഇഖ്തിബാറുൽ മഹാറാത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതൊരു ബിഗിനർ ലെവലാണ്. അപ്പം നമ്മൾ ചിലപ്പം പ്രിലിമിനറി കഴിഞ്ഞ ആളുകളായിരിക്കും, സ്കൂളിൽ തന്നെ അറബിക് ലാംഗ്വേജ് പഠിച്ച ആളുകളായിരിക്കാം, PG ഉള്ള ആളുകളായിരിക്കാം, അതുപോലെ തന്നെ ഡിഗ്രി ഉള്ള ആളുകളായിരിക്കാം. അത് ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും, ഇനി അതല്ല അറബിക് ലാംഗ്വേജുമായി കണക്ഷൻസ് ഉള്ള ആർക്കും ഈ ഒരു ടെസ്റ്റ് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ആദ്യം ഇവിടെ ബദഉൽ ഇഖ്തിബാർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 30 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് തുടക്കത്തിൽ പറയാൻ പോകുന്നത്. 30 ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിലാണെങ്കിലും 4 സ്കിൽസ് ഉണ്ടാവും. ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. LSRW. അപ്പോൾ ഇതിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് റീഡിങ്ങുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഉണ്ടോ, അൽഫിഅ, ഇവിടെ ഖിറാഅത്ത് എന്നുണ്ടാവും. 11ാമത്തേക്ക് മാറുന്ന സമയത്ത് അത് എന്ത് പോകും, ഇസ്തിമായിലേക്ക് മാറും. അപ്പം 1ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇവിടെ വായിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിക്കുക. അതിൻ്റെ ഒരു ആൻസർ, ഇതിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ആൻസർ ചൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത്താലി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്നാണ്. അപ്പം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 2ാമത്തെ ക്വസ്റ്റ്യന് എന്ത് ചെയ്തു, 2ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, അതിൽ റക്കമ് മനസ്സിലായി, ഇതിൽ സലാസ ക്ലിക്ക് ചെയ്തു, അത്താലി. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ആൻസർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ഗ്രീൻ വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ 3ാമത്തെ പൊസിഷനിലാണ്, 3ാമത്തെ ക്വസ്റ്റ്യനിലാണ്, പക്ഷേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്താൽ ആ ബ്ലൂ മാറിയിട്ട് ഇവിടെ എന്താവും, ഗ്രീൻ ആവും. ഓക്കെ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിന് ഒരു 3 ക്വസ്റ്റ്യൻസ് ചെയ്തു കാണിച്ചു. നിങ്ങൾ 11ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 20 വരെ ലിസണിങ്ങുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, ഒരു അറബിക് ലാംഗ്വേജ് കേട്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്തു. صديقتي زينب من العراق وهي تدرس في جامعة إسطنبول. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് ആ വോയിസ് കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി മുദരിസ ഫിൽ ഇറാഖ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത്താലി.
അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻസ് കിതാബത്തും തർക്കീബുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റിംഗ് സ്കില്ല് നമുക്കുണ്ടോ, അതുപോലെ തന്നെ സിൻടാക്സ് അറബിക്കിലുള്ള സ്ട്രക്ചറൊക്കെ എന്ന് അറിയാം. ഞാൻ പറഞ്ഞു ഇത് തുടക്കക്കാർക്കുള്ളതല്ല, അറബിക്ക് പഠിച്ച ആളുകൾക്കുള്ളതാണ് ഫസ്റ്റത്തത് ഈ ലെവൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഉത്തരങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ഓർഡറൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ മുലഖസുൽ ഇഖ്തിബാർ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇൻഹാ ഉൽ ഇഖ്തിബാർ എക്സാം എൻഡ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കിട്ടിയ മാർക്ക്. ഇപ്പം നമുക്കറിയാൻ ഇവിടെ ഇസ്തിമായിൽ എനിക്ക് കിട്ടിയ മാർക്ക് 0, റീഡിങ്ങിൽ കിട്ടിയ മാർക്ക് 20%. ഞാൻ ആകെ 2 ചെയ്തിട്ടുള്ളൂ, അല്ല 3 ചെയ്തിട്ടുള്ളൂ, അതിൽ 20%. കിതാബത്തിലും തർക്കീബിലും 0. ഇതാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ലെവൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. A1 ആണോ B1 ആണോ C1 ആണോ എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു എക്സാമിനെടുത്ത സമയം, അതാണ് യുവർ ടൈം എന്ന് കാണിക്കുന്നത്. അതിൽ കിട്ടിയ പെർസെൻറ്റേജ് ഇപ്പോൾ 100-ൽ 6.67% ആണ് നമുക്ക് കിട്ടിയ മാർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അറുള് അസ്ഇല എന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തെറ്റിയത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടല്ലോ, ഗ്രീൻ ആണെങ്കിൽ കറക്റ്റാണ്, ഈ കളറാണെങ്കിൽ എന്ത് ചെയ്യാം, പിങ്ക് ആണെങ്കിൽ ഓയർ സൊഹിയാണ്, ഒക്കെ റോങ് ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം. 1ാമത്തെ കറക്റ്റാണ്, 2 കറക്റ്റാണ്, 3ാമത്തത് റോങ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു എക്സാം ടെസ്റ്റ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഡിഗ്രി, PG, അതുപോലെ തന്നെ പ്രിലി, അതുപോലെ തന്നെ അത്യാവശ്യം അറബിക് ലാംഗ്വേജ് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം ചെയ്തിട്ട് വേണം ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാനും. സിമ്പിളാണ്. ഇവിടെ ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3ാമത്തെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ള ടെസ്റ്റ് ഏതാണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറയാം. 1ാമത്തെ ടെസ്റ്റ് ഖിറാഅത്താണ്. ഖിറാഅത്ത് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഒരു അറബിക് ടെക്സ്റ്റ് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അതിൽ തന്നെ 3 എക്സാമുകളാണുള്ളത്: ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. ഓക്കെ, ഇങ്ങനെ ഓരോ എക്സാമുകളും ചെയ്ത് നോക്കുക, ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് എടുത്തതിന് ശേഷം റീഡിങ്, 2ാമത്തത് വൊക്കാബുലറി ടെസ്റ്റാണ്, 3ാമത്തെ ബിഗിനർ ടെസ്റ്റാണ്, 4ാമത്തെ ഇൻ്റർമീഡിയറ്റ് ടെസ്റ്റാണ്, 5ാമത്തത് ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളാണ്. ഓരോ എക്സാം കഴിഞ്ഞാലും അവസാനം നിങ്ങൾക്ക് നെതായിജ് റിസൾട്ട് കൃത്യമായിട്ട് ഇവർ പറഞ്ഞു തരും. ഇതാണ് 1ാമത്. ഇനി നമ്മളൊരു ബിഗിനറാണ്, അറബിക് ലാംഗ്വേജിൽ തുടക്കക്കാരനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ബിഗിനർ എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ബിഗിനർ ടാബ് ക്ലിക്ക് ചെയ്യുക. ബിഗിനർ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ടറി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഇവിടെ നിന്ന് തുടങ്ങുന്നത് അറബിക്കിലുള്ള അക്ഷരങ്ങൾ മുതലാണ് തുടങ്ങുക. അറബിക്കിലുള്ള അക്ഷരങ്ങൾ എങ്ങനെ വെച്ചാൽ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇതൊരു വീഡിയോ ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോറി, ഇത് വീഡിയോ അല്ല, ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അറബിക്കിലുള്ള ഒരു അക്ഷരം ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, അറബിക്കിലെ ലെറ്റേഴ്സ് തന്നെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, തുടക്കം മുതലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജസ്റ്റ് പ്ലേ വീഡിയോ ക്ലിക്ക് ചെയ്യുക. പ്ലേ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് അത് കേൾക്കുക. ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ആ സൗണ്ട്, അറബിക്ക് ഓരോ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് കൃത്യമായി കേൾക്കാൻ പറ്റും. باء ثاء ثاء ഓക്കെ, അങ്ങനെ ഓരോ അക്ഷരങ്ങളും എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ വീഡിയോന് ശേഷവും എന്തുണ്ടാവും, ഓരോ എക്സസൈസ് ഉണ്ടാവും. അപ്പം എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട എക്സസൈസ് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും എളുപ്പമാണ് ഈ വീഡിയോ കേൾക്കുക, ജസ്റ്റ് പ്ലേ ചെയ്യുക. شين ഇതിൽ ഏത് ലെറ്റേഴ്സാണ് നിങ്ങൾ കേട്ടത്, ആ ലെറ്റേഴ്സ് ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോ എക്സസൈസും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫൈനലി നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, 2ാമത്തതും ഇതുപോലെ തന്നെയാണ്, എക്സസൈസ് ആണ്. ഓരോ എക്സസൈസും ചെയ്യുക. എക്സസൈസ് ചെയ്തിട്ട് അത് മാച്ച് ദ ഫോളോയിങ് ആണ്, അവസാനം റിസൾട്ട് കിട്ടും. അപ്പം ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ലാംഗ്വേജിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ടാബ് ബിഗിനറിലെ ഇൻട്രൊഡക്ടറി ടാബാണ്. ടാബ് എടുത്തിട്ട് ഇതിൽ ഓരോ വീഡിയോസും ഓരോ അക്ഷരങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ വേറൊരു അക്ഷരം കാണിച്ചു തരാം. താഇനെ കുറിച്ചാണെങ്കിൽ താവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വേർഡ്സുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. حرف التاء تمر تفاح تمساح
ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലെറ്റേഴ്സ് കംപ്ലീറ്റ് പഠിച്ചു. പിന്നെ ഓരോ ലെറ്റേഴ്സും ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ. അപ്പോൾ തേർഡ് ലെറ്റർ ഞാനാണ് ഫോർ എക്സാമ്പിൾ എടുത്തതെങ്കിൽ തേർഡ് ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സും അതുമായി ബന്ധപ്പെട്ടുള്ള വൊക്കാബുലറീസ് ഇവിടെ കിട്ടും. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഓരോ വൊക്കാബുലറി, അതിന് ഇംഗ്ലീഷിലുള്ള മീനിങ്ങും കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് വൊക്കാബുലറി കൂട്ടാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനും പറ്റും. അതിനുശേഷം അതിൻ്റെ തെമ്പ്രീനകത്ത് ചെയ്യുക. ഓരോ വീഡിയോന് ശേഷം തെമ്പ്രീനകത്ത് ഉണ്ടാവും. കംപ്ലീറ്റ് തെമ്പ്രീനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തർ ചെയ്യണം. ഇതാണ് ഫസ്റ്റത്തെ ടാബിൽ പരിചയപ്പെടുത്താനുള്ളത്, ഇൻട്രൊഡക്ടറി ടാബ്. രണ്ടാമത്തത് ബിഗിനർ ടാബാണ്. ബിഗിനർ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫോർ എക്സാമ്പിൾ അത്രയും വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ പ്ലേ ചെയ്ത് കാണിക്കാം. പ്ലേ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ ഇതിലിപ്പം ഒരു സബ് ടൈറ്റിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് ഓരോന്നും കേൾക്കുക. അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്ക്രിപ്റ്റ് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ട്രാൻസ്ക്രിപ്റ്റ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൽ കിട്ടാത്ത വേർഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വേർഡ്സ് കാണാൻ പറ്റും. അതിൽ വരുന്ന വൊക്കാബുലറീസ് കാണാൻ പറ്റും. അതിൽ വരുന്ന എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ചിലതിൽ ഫ്രൈസസ് ഉണ്ടാവും, ഇഡിയംസ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇങ്ങനെയാണ് ബിഗിനർ ടാബ്. അപ്പോൾ ബിഗിനർ ടാബിൽ എന്തുണ്ട്, ഓരോ സ്റ്റക്കായതാണ്. ഓക്കെ, അപ്പോൾ ബിഗിനർ ടാബിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിഗിനർ ടാബിൽ ഇൻട്രൊഡക്ടറി പറഞ്ഞു, ബിഗിനർ പറഞ്ഞു, എലമെൻ്ററി ഇതേപോലെ തന്നെയാണ്. ബിഗിനറിന് ശേഷമുള്ള സ്റ്റേജസ് ആണ് എലമെൻ്ററി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഒരു ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വീഡിയോ കേൾക്കുക. ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് بدأت عطلة المدرسة. ഓക്കെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവേണ്ടത് നോക്കുക. ലിസണിങ് ആണല്ലോ നമുക്ക് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇഖ്ഫാഉൻ നസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഹൈഡ് ചെയ്യാണ്. ടെക്സ്റ്റ് ഹൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ കാണാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ലിസണിങ് കപ്പാസിറ്റിയാണ് കൂട്ടേണ്ടത്. അപ്പോൾ ലിസണിങ് കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടുത്തെ ടെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തത് 1, 2, 3 പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാവില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെക്സ്റ്റ് ഇവിടെ ഷോ ചെയ്യാൻ പാടുള്ളൂ. ഇനി അത്യാവശ്യം ഗ്രാമറൊക്കെ പഠിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഗ്രാമർ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം, ഇവിടെ വോക്കലൈസേഷൻ എന്ന് പറയേണ്ട ഒരു പാർട്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹർക്കത്ത് ഇടാൻ പറ്റും, ഇലാറു തഷ്കീൽ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഹർക്കത്ത് ഒഴിവാക്കാനും പറ്റും, ഹർക്കത്ത് ആഡ് ചെയ്യാനും പറ്റും. അപ്പം ഹർക്കത്ത് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ, ഹർക്കത്ത് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം ഹർക്കത്ത് ഇല്ലാതെ വായിക്കുക, പിന്നെ ഹർക്കത്ത് ഇട്ടിട്ട് വായിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന മുഫ്രദാത്തുകൾ പഠിക്കുക, അതേപോലെ തന്നെ ഇബാറാത്തുകളും പഠിക്കുക. അതിനുശേഷം ഈ വീഡിയോയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന തെമ്പ്രീനാത്തുകൾ ഓരോന്നും 1 by 1 ആയിട്ട് ചെയ്യുക. ഫൈനലി നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു റിസൾട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇതാണ് ഈ എലമെൻ്ററിയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ അത്യാവശ്യം ലെവലാണ്, നമ്മൾ A1, ഞാൻ പറഞ്ഞു A1 എന്ന് പറഞ്ഞാൽ ബിഗിനറാണ്, B1 എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ആണ്, C1 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആണ്. അല്ലെങ്കിൽ A1 A2, B1 B2, C1 C2 അങ്ങനെയാണ് പറയാം. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് എടുത്തു. ഇൻ്റർമീഡിയറ്റിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറബിക് ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ്റർമീഡിയറ്റ് ടാബിൽ നിങ്ങളൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റോ എടുത്തു. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് എടുത്തു. ഓക്കെ, ഈ ടെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഹർക്കത്ത് ഇടാതെ വായിക്കുക. അതിന് ശേഷം പിന്നെ ഹർക്കത്ത് ഇട്ടിട്ട് വായിക്കുക. പിന്നെ അതിൽ വരുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല പുതിയ വേർഡ്സുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരും. ഓക്കെ, വെദർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേർബ്സുകളും അതുപോലെ തന്നെ നൗണും ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ പഠിപ്പിക്കും. അതിനുശേഷം അതിൽ വരുന്ന എക്സ്പ്രഷൻസുകളും പഠിപ്പിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ അഡ്വാൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് തഷ്കീൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഹർക്കത്തുകൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് മുഫ്രദാത്തുകൾ ഉണ്ടാവില്ല, ഇബാറാത്തുകൾ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എന്താണ്, അത്യാവശ്യം മുത്തഖദ്ദിമായി, അത്യാവശ്യം ലെവൽ കൂടിയ ആളുകളാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി
വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ വീഡിയോ ലെങ്ത്ത് കൂടി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ബിഗിനറായ ഒരു മനുഷ്യന് പോലും, ഒരു വ്യക്തിക്ക് പോലും സിമ്പിളായിട്ട് അറബി പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെബ്സൈറ്റാണ് learning.aljazeera.net എന്ന് പറയുന്നത്. ഇതിൽ ബിഗിനർ എന്ന് പറയുന്നത് A1 ആണ്, ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് B1 ആണ്, അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് C1 ആണ്, അല്ലെങ്കിൽ A1 A2 B1 B2 C1 C2. അപ്പം ആദ്യം കുറച്ചൊക്കെ അറബി അറിയുന്ന ആളുകൾ ഈ ടെസ്റ്റ് കൃത്യമായി ചെയ്ത് നോക്കുക. ടെസ്റ്റിൽ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ തുടക്കക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, ബിഗിനറിലെ ഇൻട്രൊഡക്ടറി എന്ന് പറയുന്ന ടാബിലെ വീഡിയോസൊക്കെ കണ്ട് നോട്ട് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കുക. നന്നായിട്ട് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് അതിൽ പെർഫെക്ഷൻസ് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും പുതിയൊരു ലാംഗ്വേജ്, അറബിക് ലാംഗ്വേജ് പഠിക്കാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യൂട്യൂബ് കമൻസിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോകൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.